അല്ല, ആരിത്? കുഞ്ഞിനാനയോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അതെ അതെ, ഒരുപാട് നാളായി. ആമച്ചേട്ടാ, എനിക്കൊരാഗ്രഹം. എന്താ കുഞ്ഞിനാനി നിന്റെ ആഗ്രഹം? ഈ ആമച്ചേട്ടനോട് പറഞ്ഞോളൂ. എനിക്ക് ആമച്ചേട്ടന്റെ കൂടെ ഓട്ടപ്പന്തയം വെക്കണം. അതിനെന്താ കുഞ്ഞിനാനെ, ഓട്ടപ്പന്തയത്തിന് ഞാൻ തയ്യാറാണ്. ആമച്ചേട്ടാ, നമുക്ക് ഓട്ടപ്പന്തയം ഇവിടെ നിന്നും ആരംഭിക്കാം. എന്നിട്ട് ആമ്പൽക്കുളത്തിൽ ആരാണോ ആദ്യം എത്തുന്നത് അവർ വിജയിക്കും. ഓ ശരി ശരി, എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നോക്കിയേ നോക്കിയേ, കുഞ്ഞിനാനെ എന്തൊരു ഓട്ടാ ഓടണേ. മുയൽക്കുട്ടൻ കിടന്നുറങ്ങിയതുപോലെ ഞാൻ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കാണുമെന്ന് കരുതി പതിയെ വരുന്നുണ്ടാകും ആമച്ചേട്ടൻ. ആമച്ചേട്ടന്റെ ഒരു പൊടി പോലും കാണാനില്ല. അങ്ങനെ ആമ്പൽക്കുളത്തിൽ ഞാൻ ആദ്യമെത്തി. ആമച്ചേട്ടൻ തോറ്റു. ഹേ കുഞ്ഞിനാനെ, നീ എന്താ ഇത്ര വൈകിയത്? അത് നമ്മുടെ ആമച്ചേട്ടന്റെ ശബ്ദമാണല്ലോ. എവിടെയാ കുഞ്ഞിനാനെ നോക്കുന്നേ? ഞാൻ ഈ ആമ്പൽക്കുളത്തിൽ തന്നെ ഉണ്ട്. ദാ ഇങ്ങോട്ട് നോക്ക്. അല്ല, അതെങ്ങനെ സംഭവിച്ചു? എന്റെ മുന്നിൽ പോകുന്നത് ഞാൻ കണ്ടതേ ഇല്ലല്ലോ. കുഞ്ഞിനാനെ, വരുന്ന വഴിയിലുള്ള തടാകത്തിലിറങ്ങിയാൽ നിമിഷ നേരം കൊണ്ട് ഞാൻ ഇവിടെ എത്തും. നിനക്ക് കരയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. എന്നാൽ വെള്ളത്തിലൂടെ നിന്നേക്കാളും ഇരട്ടി വേഗത്തിൽ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തനിക്ക് കിട്ടിയ കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ആമച്ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാനിനി ഒരിക്കലും ആരെയും കളിയാക്കത്തില്ല. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഒരാൾ സ്വയം ജയിക്കുമെന്ന് ഉറപ്പിച്ച് നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ അയാളുടെ മുന്നിൽ ഉടനെ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് മത്സരിച്ചത്.